ശ്രീ CJ തോമസ് സ്രാമ്പിക്കൽ പാല. ഇദ്ദേഹത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് പാല പൊൻകുന്നം റൂട്ടിൽ. പാലായിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ എത്തിക്കഴിയുമ്പോൾ പഴയ സ്രാമ്പിക്കൽ തറവാട് പണ്ട് ഇരുന്ന സ്ഥലത്തിന് സമീപം ധന്യൻ കദളിക്കാട്ടിൽ മത്തായിയച്ചൻ്റെ കബടത്തിന് തൊട്ട് മുമ്പായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമസ്കാരം. സ്രാമ്പിക്കൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് സ്രാമ്പിക്കൽ കുടുംബയോഗം ആരംഭിച്ച കാലം മുതൽ അതിൻ്റെ സ്ഥാപക ട്രഷററും ഇന്നോളം അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറുമായ പാല സ്രാമ്പിക്കൽ ശ്രീ CJ തോമസിനെയാണ്. ശ്രീ CJ തോമസ് എന്ന് പറയുന്നത് പാലായിൽ തറവാട്ടിൽ താമസിച്ചിരുന്ന ഔസേപ്പ് കൊമ്മൻ്റെ 4ാമത്തെ മകനായ അവിര. അദ്ദേഹത്തിന് 6 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ മൂത്തയാളാണ് ജോസഫ്. ജോസഫിൻ്റെ ആൺമക്കളിൽ 2ാമത്തെ ആളാണ് ശ്രീ CJ തോമസ്. ശ്രീ CJ തോമസിനെയും കുടുംബത്തെയുമാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത്. നമസ്കാരം. തോമച്ചമ്പാപ്പന് എത്ര വയസ്സായി? 86 വയസ്സ് കഴിഞ്ഞു. ജനിച്ചു വളർന്നത് ഇവിടെ തന്നെയാണ്, ഈ സ്ഥലത്ത് തന്നെയാണ് ജനിച്ചു വളർന്നത്. താഴെ ഒരു വീട് ആണ് ജനിച്ചു വളർന്ന യഥാർത്ഥ വീട്. ആ വീട്ടിലാണ് ജനിച്ചു വളർന്നത്. തോമച്ചമ്പാപ്പന് കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിരവധി പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. കുടുംബയോഗം ആരംഭിച്ച കാലം മുതൽ സ്ഥാപക ട്രഷററായിരുന്നു. അതുപോലെ തന്നെ ഇന്നോളം കുടുംബയോഗത്തിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലും രണ്ടുപേരും പ്രവർത്തിക്കുന്നുണ്ട്. അതിനെല്ലാം വളരെ സന്തോഷമുണ്ട്. ചേച്ചിയുടെ പേരെന്ന് പറയാമോ? സൂസമ്മ. സ്വന്തം വീട് എവിടെയായിരുന്നു? മൂന്നാനി. വീട്ടുപേര്? മൂലയിൽ തോട്ടത്തിൽ. മാതാപിതാക്കന്മാരുടെ പേര്? ദേവസ്യയും ത്രസ്യാമ്മയും. അമ്മയുടെ വീട് എവിടെയായിരുന്നു? പുളിങ്ങുന്ന്, ചാത്തമ്പറമ്പിൽ. കുടുംബാംഗമാണ് അമ്മ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? 6 പേര്. 4 ആണും 2 പെണ്ണും. അതിനകത്ത് ഏറ്റവും മൂത്തയാളാരാണ്? സുസ്മ ചേച്ചി തന്നെയാണ് ഏറ്റവും മൂത്തയാൾ. ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് എത്ര കാലമായി? 57 വർഷമായി. ഇപ്പം വിവാഹം കഴിഞ്ഞ് പാലായി വന്നിട്ട് ഈ സ്ഥലത്തോട്ട് തന്നെയല്ലേ വിവാഹം ചെയ്ത് വന്നത്? അതെ. അപ്പം ബാക്കി സഹോദരങ്ങളുടെ കാര്യങ്ങളൊന്ന് പറയാമോ? തൊട്ട് താഴെയുള്ള അപ്പച്ചൻ, ഭാര്യ തങ്കമ്മ. 3 മക്കൾ. അവർ തങ്കമ്മ ചേച്ചിയുടെ വീട് എവിടെയാ? പുന്നക്കുന്നൽ വീട്ടുപേര് പാലായിലാണ് അല്ലേ? പാല പുന്നക്കുന്നൽ കുടുംബാംഗമാണ്. 2ാമത്തെ ആള് ജോയി. റീത്ത. കൊല്ലത്താണ് വീട്. വീട്ടുപേര് റീത്താസ് ഭവൻ എന്നാണ് വീട്ടുപേര്. അവരെവിടെയാണ് താമസിക്കുന്നത്? ഏഴാച്ചേരി. അവർക്ക് എത്ര കുട്ടികളാണ്? 3 പേര്. 2 ആണും 1 പെണ്ണും. മൂന്നാമത്തെ ജെയിംസ്. കുഞ്ഞുമോൾ. മാളിയേക്കൽ. പാല മാളിയേക്കൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളാണ്? 1 ആണും 1 പെണ്ണും. ജോയി. ടോമി. ജോളി. ജോളിയുടെ വീട് എവിടെയാ? കുരോപ്പട പുറപ്പോക്കരയിൽ നിന്നാണ് വീട്ടുപേര്. കുരോപ്പടയാണ് സ്ഥലം. അവർക്ക് എത്ര മക്കളാ? 1 ആണും 1 പെണ്ണും. ഇനി ഒരു സഹോദരിയും കൂടി ഉണ്ട് അല്ലേ? ചുനിയമ്മാക്കൽ കെട്ടിച്ചിരിക്കുന്നു. സഹോദരിയുടെ പേരെന്താ? മേഴ്സി. മേഴ്സിയുടെ ഭർത്താവിൻ്റെ പേര്? തോമസ്. അവർക്ക് എത്ര കുട്ടികളാ? 2 ആൺപിള്ളേരാണ്. അപ്പം സഹോദരങ്ങളെല്ലാം. തോമച്ചമ്പാപ്പൻ്റെ സഹോദരങ്ങളുടെ വിവരങ്ങളൊന്ന് പറയാമോ? എത്ര മക്കളായിരുന്നു? 8 മക്കളായിരുന്നു അല്ലേ? 3 ആണും 5 പെണ്ണും. അതിനകത്ത് ഏറ്റവും മൂത്തത് ആരാണ്? പെണ്ണമ്മ. പ്രവിത്താനത്ത് പുലയംപറമ്പിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിൻ്റെ പേര്?
മൈക്കിൾ എന്നാണ്. അതിന് താഴെയുള്ള സഹോദരനായിരുന്നു അല്ലേ? സിയാവിര, നമ്മുടെ കുടുംബയോഗത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന സിയാവിരയാണ് അതിന് തൊട്ട് താഴെയുള്ള സഹോദരൻ. അദ്ദേഹം മാനേജരായിരുന്നു. ഭാര്യയുടെ പേര് അന്നക്കുട്ടി. വീട്ടുപേര് സ്ഥലവും എളമ്പാശ്ശേരി, മേലുകാവ് എളമ്പാശ്ശേരി കുടുംബാംഗമാണ്. തൊട്ട് താഴെയുള്ളത് ആരാണ്? പെയ്യമ്മ. അവരെ എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? പൂഞ്ഞാറ്. വീട്ടുപേര് നെടുവേലി. ഭർത്താവിന്റെ പേര് പാപ്പച്ചൻ. അതിന് താഴെയുള്ള ആള് മറിയക്കുട്ടി. അവരെവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? ഇടമറ്റത്ത് എടയോടിയിൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് കറിയാച്ചൻ. അതിന് താഴെയുള്ളത് തോമച്ചമ്പാപ്പനാണ്. അതിന് താഴെയുള്ളത് തോമച്ചമ്പാപ്പന്റെ ഇളയതാരാ? കുട്ടപ്പൻ. അവരെവിടെയാ താമസിക്കുന്നത്? മേവട. എവിടുന്ന വിവാഹം ചെയ്തിരിക്കുന്നത്? കുറുപ്പനാട്. ഏറ്റുമാനൂർ കുറുപ്പനാട്ട് കുടുംബാംഗമാണ്. ഭാര്യയുടെ പേര് മേരി. അതിന് താഴെയുള്ള ആളാരാ? ഏലിക്കുട്ടി. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? കൊല്ലക്കൊമ്പിൽ. സ്ഥലം കോളയാട്. കൊല്ലക്കൊമ്പിൽ ആണ് വിവാഹം ചെയ്തിരിക്കുന്നത്. പേരെങ്ങനെയായിരുന്നു അവരുടെ? ജേലിക്കുട്ടിയും ജോസും. ഭർത്താവിൻ്റെ പേര് ജോസ്. അതിന് താഴെയുള്ളത് ശാന്ത. ഏറ്റവും ഇളയ ആളാണ് അല്ലേ? എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? ഞർലക്കാട്ട്. സ്ഥലം പൂഞ്ഞാർ ഞർലക്കാട്ട് കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിൻ്റെ പേര് കുഞ്ഞ്. ഇതാണ് തോമച്ചമ്പാപ്പൻ്റെ സഹോദരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 3 പേരാണ്. മൂത്താള് ബിൻസി. കല്യാണം കഴിച്ചിരിക്കുന്നത് മലബാറിൽ വേരനാനിക്കല് റോയ്. ബിൻസി എന്നാണ് പേര്. അപ്പൊ അവര് പാലായില് വേരനാനിക്കലിന് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഹസ്ബൻഡിന്റെ പേര് റോയ്. അവരിപ്പോ മൂന്നാനില് സെറ്റിൽ ചെയ്ത് മൂന്നാനില് സെറ്റിൽ ആയിരിക്കുന്നത്. 2 പിള്ളേരുണ്ട്. ഒരാളുടെ പേര് മൂത്താള് രേഷ്മ. പുള്ളിക്കാരത്തി കല്യാണം കഴിച്ച് വിവാഹം കഴിഞ്ഞതാണ്. അവര് മലബാറിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. 2 പേര് അവര്. പിന്നെ ജോസി ഉണ്ട്. ജോസി ഇപ്പം പഠിച്ചോണ്ടിരിക്കുന്നു. ഓസ്ട്രേലിയ അവനിപ്പം ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചോണ്ടിരിക്കുന്നു ഓസ്ട്രേലിയയില്. രണ്ടാമത്തെ ആള് പിന്നെ ഞാനാണ് ഉള്ളത്. അതെ. എനിക്ക് 2 പിള്ളേരുണ്ട്. ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്നത് പുളുങ്കുന്നില ആണ്. പറവയിൽ പുത്തമ്പറമ്പിൽ. പറവയിൽ പുത്തമ്പറമ്പിൽ എന്നാണ് വീട്ടുപേര്. നിങ്ങൾക്ക് എത്ര കുട്ടികളുണ്ട്? 2 പേര്. മൂത്തയാള് ടോംസ്, ജോസൻ. 2 പേരും ഓസ്ട്രേലിയയിൽ തന്നെ പഠിക്കുന്നു. 2 പേരും ഓസ്ട്രേലിയയിൽ തന്നെ പഠിച്ചോണ്ടിരിക്കുന്നു. അവർക്ക് എത്ര വയസ്സായി? മൂത്തയാള് 21.5, ഇളയാള് 20. പിന്നെ നിങ്ങളുടെ സഹോദരങ്ങൾ അടുത്ത ആള് ആരായിരുന്നു? അടുത്ത ഒരാള് ഉള്ളത് ഡാനിയെ കല്യാണം കഴിച്ചിരിക്കുന്നത് വാഴക്കുളത്താണ് കഴിച്ചിരിക്കുന്നത്. പേര് വിനു. വീട്ടുപേര് ചക്കട്ടുകുടിയിൽ. അവര് ഓസ്ട്രേലിയ സെറ്റിലായി. അവിടെ തന്നെ സെറ്റിൽ. അടുത്ത് തന്നെ, വലിയ ദൂരമില്ലാതെ താമസിക്കുന്നത്. അതെ, മെൽബണിലാണ് ഞങ്ങള്. അവർക്ക് ഒരാളെ ഉള്ളൂ, നേഹ. പഠിച്ചോണ്ടിരിക്കുന്നു. അതെ. ഭർത്താവിന്റെ പേര് വിനു ജോസഫ്. അവര് ഏത് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്? പുള്ളിക്കാരന് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ. സൗദി നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. കുടുംബത്തിന്റെ വീട്ടിലെ വിശേഷങ്ങളിലേക്ക് വരാം. മാതാപിതാക്കന്മാരുടെ പേര്? പപ്പയുടെ പേര് PK ജോസഫ്. മമ്മിയുടെ പേര് മേരിക്കുട്ടി ജോസഫ്. 2 പേരും ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല, മമ്മി മരിച്ചു പോയിട്ട് 10 വർഷമായി. മമ്മി മരിച്ചിട്ട് 10 വർഷമായി. പപ്പ ജീവിച്ചിരിപ്പുണ്ട്. മമ്മിയുടെ വീട് എവിടെയായിരുന്നു? മമ്മിയുടെ വീട് ചമ്പക്കര. കോവുക്കുന്നേൽ കുടുംബാംഗം. കോവുക്കുന്നേൽ എന്നാണ്
അമ്മയുടെ വീട്ടുപേര്. നിങ്ങൾ എത്ര മക്കളായിരുന്നു? ഞങ്ങള് 3 മക്കള്. 3 മക്കളാണ് ഉണ്ടായിരുന്നത്. ഏറ്റവും മൂത്തതാരാണ്? മൂത്തത് സഹോദരനാണ്. സഹോദരന്റെ പേര്? സഹോദരന്റെ പേര് ജോർജ് ജോസഫ്. ജോർജ് ജോസഫ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു? അദ്ദേഹം ഓസ്ട്രേലിയയിൽ തന്നെ ഓസ്ട്രേലിയ സിഡ്നിയിലാണ് ജോലി ചെയ്യുന്നത്. കുടുംബസമേതം അവിടെയാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര്? ഭാര്യയുടെ പേര് ജയ. ജയ എന്നാണ്. അവർക്ക് എത്ര കുട്ടികളുണ്ട്? അവർക്ക് 3 കുട്ടികള്. 3 കുട്ടികളാണ് ഉള്ളത്. ജയയുടെ വീട് എവിടെയാണ്? ജയയുടെ വീട് കൊരട്ടി. എരുമേലിയാണോ? എരുമേലി കൊരട്ടിയിലാണ്. വീട്ടുപേര് ഓർമ്മയുണ്ടോ? നെടും തകിടിയൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 മക്കള്. 3 മക്കളാണ് ഉള്ളത്. അവരുടെ പേര്? മൂത്തയാള് ട്വിൻസ് ആണ്. 2 പേര് ട്വിൻസ് പിള്ളേര് ജെനീസ്. ഇളയാള് ജസ്റ്റിന്. അങ്ങനെ 3 കുട്ടികളാണ് അവർക്കുള്ളത്. അതിന്റെ ഇളയാള്? ഇളയ സഹോദരന് സൗദിയിലാണ്. ജോർജൻ ജോസഫ്. അവരും ഫാമിലിയായിട്ട് എല്ലാവരും സൗദി തന്നെയാണ്. ഭാര്യയുടെ പേര് സോളി. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് അവർക്കുള്ളത്. അവരുടെ പേര്? മൂത്തയാള് ജെറിൻ. അവൻ പഠിക്കുന്നു, ഇറ്റലിയിലാണ് പഠിക്കുന്നത്. രണ്ടാമത്തെ ആള് പെൺകുട്ടിയാണ്. അവിടെ സൗദിയിൽ തന്നെ പഠിക്കുന്നു. ഇളയാളും ആൺകുട്ടി സൗദിയിൽ തന്നെ പഠിക്കുന്നു. അവരുടെ പേര്? ഇളയാള് ജിറ്റോ. നടുക്കത്തെ ആള് നീതു. അങ്ങനെ 3 കുട്ടികളാണ് അവർക്കുള്ളത്. തൊമ്മച്ചൻ ബാബൻ പഠിച്ചതൊക്കെ എവിടെയാ? പാലായിൽ തന്നെ ആയിരുന്നോ? സന്തോഷ് കോളേജിലാണ് പഠിച്ചത്. സന്തോഷ് കോളേജിൽ പഠിച്ചതിന് ശേഷം ജോലി കാര്യങ്ങളിലേക്ക് പോയി അല്ലേ? എവിടെയാ ജോലി ആരംഭിച്ചത്? പാലാ സെൻട്രൽ ബാങ്കിലാണ് ആദ്യം. ന്യൂഡൽഹി ബ്രാഞ്ചിലാണ് ആദ്യം ജോലി ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ബോംബെയിലാണ് ജോലി കിട്ടിയത്. ബോംബെയിൽ സെൻട്രൽ ബാങ്കിൽ തന്നെയായിരുന്നോ? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലായിരുന്നോ ജോലി ചെയ്തത്? അല്ല. ബോംബെയില് ജയൽ മോറിസൺ സ്വന്തം ജോൺസ് ഇന്ത്യ ലിമിറ്റഡിലുള്ള ഒരു ബ്രിട്ടീഷ് ഫേമിലാണ് ജയൽ മോറിസൺസ് ആൻഡ് സൺസ്. അവരുടെ ബ്രിട്ടീഷ് ഫേമിലാണ് ജോലി ചെയ്തിരുന്നത്. എത്ര കാലം ബോംബെയിൽ ഉണ്ടായിരുന്നു? ബോംബെയിൽ എല്ലാം കൂടെ 8 വർഷം ഉണ്ടായിരുന്നു. 8 വർഷത്തെ ജോലിക്ക് ശേഷം അവിടുന്ന് വീണ്ടും പിന്നീട് നാട്ടിൽ വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് പാലാ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നാട്ടിൽ വരുന്നതിന് വേണ്ടിയിട്ടാണ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലിക്ക് കയറുന്നത്. ഒരു നീണ്ട കാലഘട്ടം ഈ ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്തിട്ടുണ്ട് അല്ലേ? നിങ്ങളിപ്പോൾ ഓസ്ട്രേലിയയിൽ 2 പേരും ജോലി ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അതെ. ഓസ്ട്രേലിയയിൽ എത്തിയിട്ട് എത്ര വർഷമായി? 14 വർഷമാണ്. 14 വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ എത്തുന്നതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും? അയർലൻഡിലുണ്ടായിരുന്നു. 6 വർഷം ഉണ്ടായിരുന്നു. 6 വർഷം അയർലൻഡിലുണ്ടായിരുന്നു. പിന്നെ അതിനു മുമ്പ് കുവൈറ്റിലുണ്ടായിരുന്നു. 7 വർഷം. അങ്ങനെ പല. എന്ത് വിദ്യാഭ്യാസത്തിന് ശേഷമാണ് ഇവിടുന്ന് പോകുന്നത്? ഇവിടുന്ന് ഞാൻ ഡിഗ്രി കഴിഞ്ഞതേ ഉള്ളൂ. പിന്നെ കുറച്ച് IT ഫീൽഡില് ബികോം ആയിരുന്നു. സെന്റ് തോമസിൽ കുറച്ച് പഠിച്ചു, കംപ്ലീറ്റ് ചെയ്തില്ല. പിന്നെ അത് ഞാൻ IT ഫീൽഡിലോട്ട് പോയി ആണ് പഠിച്ചത്. ബോംബെയിലാണ് പഠിച്ചത്. അത് ഹാർഡ്വെയറും നെറ്റ്വർക്കിംഗ് ആയിരുന്നു. അതെ, അവിടെ കോഴ്സ് പഠിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട് കുവൈറ്റ് ജോലി കിട്ടി. അതെ, കുവൈറ്റ് പോകുന്നത്. അവിടെ ചെയ്തില്ല. അത് കഴിഞ്ഞ് ഓസ്ട്രേലിയയിൽ ചെന്ന് കോഴ്സുകൾ ചെയ്തു. കോഴ്സുകൾ ചെയ്യേണ്ടി വന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട ജോലിയാണ് ഇപ്പം ചെയ്യുന്നത്. ഞാനിപ്പം ഹെൽത്ത് കെയറിലാണ് വർക്ക് ചെയ്യുന്നത്. അതെ, ഹോസ്പിറ്റലിൽ ഞാൻ തിയേറ്റർ ടെക്നീഷ്യൻ മാനേജറായിട്ട് ജോലി ചെയ്യുന്നത്. അവിടെ ചെന്ന് തിയേറ്റർ ടെക്നീഷ്യന്റെ കോഴ്സുകളുണ്ട്. അതിന് സർട്ടിഫിക്കറ്റ് 3 ഉണ്ട്, സർട്ടിഫിക്കറ്റ് 4 ഉണ്ട്. പിന്നെ അതെ, പിന്നെ അതെ, അതും ചെയ്യണം. പിന്നെ മാനേജ്മെന്റ് കോഴ്സും ഉണ്ട്. അയർലൻഡിലും അല്ല, അയർലൻഡില് മുസ്ലിംമാരുടെ കൂടെ ഇവിടെ ജോലി ചെയ്തപ്പോ ഹോസ്പിറ്റലില് നഴ്സിംഗ് ഹോമിലായിരുന്നു. ഈ ഓസ്ട്രേലിയയിലല്ലാതെ മുമ്പ് എവിടെയായിരുന്നു? ഞാനും അയർലൻഡിലായിരുന്നു. അതിന് പിന്നെ കുവൈറ്റില്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 26 വർഷമായി. വിവാഹം കഴിക്കുമ്പോൾ എന്തെങ്കിലും ജോലിയിലായിരുന്നോ? ഞാൻ അന്ന് സൗദിയിലായിരുന്നു. സൗദി നേഴ്സായിരുന്നു.
അപ്പൊ അന്ന് രണ്ടുപേരും സൗദിയിലായിരിക്കുന്ന സമയത്താണ് വിവാഹം. അല്ലല്ല, അന്ന് ബാബുട്ടൻ നാട്ടിലായിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് 1 വർഷം സൗദി നിന്നു. അതിനുശേഷം ഞങ്ങള് ഒന്നിച്ച് കുവൈറ്റിലേക്ക് പോയി. കുവൈറ്റിലേക്ക് പോയി. ആ. കുവൈറ്റിൽ നിന്ന് വീണ്ടും അയർലൻഡിൽ നിന്നും ഓസ്ട്രേലിയയിലെത്തി. അപ്പം പല ഭൂഖണ്ഡങ്ങളിലായിട്ടുള്ള അതെ സഞ്ചാരമായിരുന്നു. നഴ്സിംഗ് ഒക്കെ പഠിച്ചതൊക്കെ എവിടെയാണ്? ഞാന് ഹോളി ഫാമിലി മുതലക്കോടം. ഹോളി ഫാമിലി മുതൽക്കോടത്താണ് നഴ്സിംഗ് പഠിച്ചത്. സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടമൊക്കെ സ്കൂള് പഠിച്ചത് പുളുങ്ങുന്നിലായിരുന്നു. അതിനുശേഷം ചാനാശ്ശേരി അസംഷൻ കോളേജിലായിരുന്നു പ്രീ-ഡിഗ്രി. പിന്നെ ഡിഗ്രിക്ക് 1 വർഷം പോയി. അത് കഴിഞ്ഞ് നഴ്സിംഗ്. ഡിഗ്രി 1 വർഷം പോയതിനു ശേഷമാണ് നഴ്സിംഗിലേക്ക് പോകുന്നത്. നിങ്ങളുടെ കുട്ടികൾ ഇപ്പം ഏത് വിദ്യാഭ്യാസം? അവര് രണ്ടുപേരും ബാച്ചുലർ ഓഫ് നഴ്സിംഗ് ചെയ്തോണ്ടിരിക്കുന്നത്. രണ്ടുപേരും നഴ്സിംഗ് ഫീൽഡിലാണ്. ബാച്ചുലർ ഓഫ് നഴ്സിംഗ് ആണ് രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഈ കമ്മ്യൂണിറ്റി ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രവർത്തനങ്ങളോ സാമൂഹികപരമായിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ? അവിടെ പള്ളിയുടെ ഉണ്ട്. പിന്നെ അല്ലാതെ തന്നെ മലയാളി അസോസിയേഷൻസ്, പല പല അസോസിയേഷൻസ് ഉണ്ട്. ഇതിലെല്ലാം പങ്കെടുക്കാറുണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ ഇടവകയായിട്ട് പള്ളിയൊക്കെ ഉണ്ടോ? സീറോ മലബാർ ചർച്ച് ഉണ്ട്. ചർച്ചിന്റെ പേരെന്താ? എവിടെ സ്ഥലം? സെന്റ് അൽഫോൻസ ചർച്ച്. സെന്റ് അൽഫോൻസ ചർച്ച്, മെൽബൺ സെന്റ് അൽഫോൻസ ചർച്ചാണ് നിങ്ങളുടെ ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട്. എന്തൊക്കെയാണ് പ്രധാനമായിട്ടും അതിനകത്തുള്ള പ്രവർത്തനങ്ങളുള്ളത്? അതില് അവിടെ മാതൃദീപ്തി ഉണ്ട്. പിന്നെ നേഴ്സസ് മിനിസ്ട്രി ഉണ്ട്. മാതൃദീപ്തി, നഴ്സിംഗ് മിനിസ്ട്രി, അങ്ങനെയുള്ള സംഘടനകളിലൊക്കെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലുമൊക്കെ കമ്മിറ്റി മെമ്പറൊക്കെ അതെ. എന്താണ് അവിടെ ഇന്റർസെഷൻ മിനിസ്ട്രിയുടെ കോർഡിനേറ്റർ ആയിരുന്നു ഞാൻ. ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഞാനങ്ങനെ പ്രത്യേകിച്ച് അസോസിയേഷൻ ഒന്നും അവിടെയില്ല. കാരണം എനിക്ക് ഓഡിയോ വിഷന്റെ ബിസിനസ് അവിടെ ഉള്ളപ്പോഴത്തേക്ക് ഓഡിയോ വിഷന്റെ ബിസിനസ് അവിടെ ഉണ്ട്. അതെന്താ ചെയ്യുന്നത്? അപ്പം വലിയ ഈവന്റുകൾ വരുമ്പോഴത്തേക്ക് ഞാൻ കോർഡിനേറ്റ് ചെയ്ത് സൗണ്ടും ലൈറ്റും വീഡിയോയും ഇങ്ങനെയൊക്കെ പ്രോഗ്രാംസ് ചെയ്യാൻ ഓഡിയോ വിഷ്വല് അതുപോലെ വീഡിയോ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു എനിക്ക് സ്വന്തമായിട്ട് കമ്പനി ഉണ്ട്. രജിസ്റ്റേർഡ് ഓസ്ട്രേലിയൻ രജിസ്റ്റേർഡ് കമ്പനി ഉണ്ട്. അതിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ അസോസിയേഷനുമായിട്ട് നല്ല പരിചയമുണ്ട്. ഇവരുടെ വർക്കുകൾ വരുമ്പോഴത്തേക്ക് ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യുന്നു. പിന്നെ എല്ലാ അസോസിയേഷനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം കീപ്പ് ചെയ്ത് പോകുന്നു. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.